നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും ACU ഗ്ലോബൽ എഡ്യൂക്കേഷൻ മലയാളം അവതരിപ്പിക്കുന്ന ടിപ്സ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് അവതരിപ്പിക്കുന്നത് കേരള ഗവൺമെൻറ് നമുക്ക് നൽകുന്ന മെയ് ജൂൺ മാസങ്ങളിലെ ഭക്ഷ്യ കിറ്റ് സൗജന്യമായി ഏത് കാർഡുകാർക്കും സൗജന്യമായി എല്ലാവർക്കും ലഭിക്കുന്ന ഭക്ഷ്യ കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ലോക്ക്ഡൗൺ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ നമുക്ക് ഭക്ഷ്യ കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഭക്ഷ്യ കിറ്റ് അന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെയ് മാസത്തെ ഭക്ഷ്യ കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളിവിടെ പരിശോധിക്കുക. നിങ്ങൾ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെ ഐറ്റംസ് ആണ് എന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 11 ഇനം ഭക്ഷ്യവസ്തുക്കളും അതിനോട് കൂടെ ഒരു തുണിസഞ്ചിയും, മൊത്തം 12 ഇനമായിരുന്നു. അതിനു മുമ്പ് മാസ്കും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മാസ്ക് വിതരണമില്ല, ഈ ഒരു കിറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 11 ഇനം ഭക്ഷ്യ വസ്തുക്കളും കൂടെ ഒരു തുണിസഞ്ചിയും ഉൾപ്പെടെ 12 ഇനം വസ്തുക്കളാണ് എനിക്കിതിൽ കാണാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഈ കിറ്റിലുള്ള കിറ്റിൻ്റെ ക്വാളിറ്റി കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഓരോ വിഭവങ്ങളും നിരത്തി വെച്ച ശേഷം അതിൽ കറക്റ്റായിട്ട് ക്യാമറ അടുപ്പിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളുടെ ഗുണമേന്മ നമുക്ക് ദൃശ്യമാകുന്ന രൂപത്തിൽ എങ്ങനെയാണോ അതിന് മാക്സിമം ഞാൻ എൻ്റെ ക്യാമറ അടുപ്പിച്ച് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പുഴുള്ളതാണോ, അല്ലെങ്കിൽ കല്ലുള്ളതാണോ, അല്ലെങ്കിൽ വിത്തുകൾ നമുക്ക് ധാന്യങ്ങളാണെങ്കിൽ അത് കേടുള്ള ധാന്യങ്ങളാണോ പാക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ വൃത്തി, ഈ ഒരു പാക്കിങ്ങിൻ്റെ വൃത്തി അറിയാൻ വേണ്ടി ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. എത്രത്തോളം ഇതിൽ കൃത്യത ഉണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ ക്യാമറ ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭക്ഷ്യ കിറ്റിൽ ഞാൻ കൂടുതലായി കണ്ടത് സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ശബരി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡും, ശബരിയുടെ ഉൽപ്പന്നങ്ങളും സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളും കൂടെ ഉള്ള ഒരു മിക്സ്ഡ് പാക്കേജ് ആയിട്ടാണ് 11 ഇനം ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഗുണമേന്മ അത്യാവശ്യം നല്ല ഗുണമേന്മ തന്നെ ഈ ധാന്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് ഒരു ചില കിറ്റുകൾ എങ്ങനെയാണ് എന്നറിയില്ല. ഏകദേശം ഈ ഒരു കിറ്റിൽ അത്യാവശ്യം വൃത്തിയും ക്വാളിറ്റിയുമുള്ള ധാന്യ വിത്തുകളാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ കല്ലോ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ പുഴു അങ്ങനത്തെ എന്തെങ്കിലും അനാവശ്യ വസ്തുക്കൾ ഇതിലുണ്ടോ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ പാഴായിട്ട് കേടായിപ്പോയ ധാന്യങ്ങൾ കുറവുണ്ട്. അതുപോലെ തന്നെ ശബരി എന്ന് പറഞ്ഞ കമ്പനിയുടെ പൊടികളും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ എല്ലാം ഉൾപ്പെടുന്ന ഒരു ബ്രാൻഡും, അതുപോലെ തന്നെ സഹ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചായപ്പൊടിയും ഇതിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട 2 പ്രധാന ഉൽപ്പന്നങ്ങൾ സാധാരണ ജനങ്ങളിൽ, പാവപ്പെട്ട ജനങ്ങളിൽ എടുത്തു പറയേണ്ട വളരെ അത്യാവശ്യമായുള്ള 2 ഐറ്റംസാണ് വെളിച്ചെണ്ണയും പഞ്ചസാര, ചായപ്പൊടി എന്നുള്ളത്. വെളിച്ചെണ്ണ, പഞ്ചസാര ഇത് നിത്യോപയോഗ കാര്യത്തിൽ വളരെയേറെ ചിലവുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ അത് ഇതിനകത്ത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിന് പകരം മറ്റേതെങ്കിലും ഇതിൻ്റെ ലഭ്യത, ഈ കിറ്റിൽ കാണുന്നതിൻ്റെ ലഭ്യത ഉണ്ട് എങ്കിൽ പകരം മറ്റേതെങ്കിലും വസ്തുക്കൾ വരാനുള്ള ചാൻസും ഇതിൻ്റെ കൂടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്ക് 1000 രൂപ വെച്ച് സൗജന്യ ധനസഹായം ആ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വിതരണം ചെയ്യുന്നുണ്ട്. അതുടൻ അതിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുത്തൻ ചിന്തയും പുതിയ അറിയുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും ഏറ്റുമുട്ടാം. അതിലേക്കും ശുഭചിന്തകൾ, ശുഭപ്രതീക്ഷകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമൻ എന്നത്തേക്ക് വിടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവരിലേക്ക് ഈ കൊച്ചു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇനിയും ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.